ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വീടിനെ കുറിച്ച് പറയാനാണ്. നിങ്ങൾക്ക് തമ്മിലിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതെൻ്റെ ഉപ്പാടെ ബ്രദറിൻ്റെ വീടാണ്. ഉപ്പഞ്ഞായിരുന്നു ഇതിൻ്റെ മെയിൻ കൺസ്ട്രക്ഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ. ഫസ്റ്റ് ഇതിൻ്റെ ഫൗണ്ടേഷനെ കുറിച്ച് പറയാം. നോർമലി എല്ലാ വീടിനും ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളത് സാധാ നമ്മളെങ്ങനെയാണോ ചെയ്യുന്ന ആ രീതിക്ക് തന്നെ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ നമ്മളൊരു സ്റ്റീൽ ഫ്രെയിം ആദ്യം ഉണ്ടാക്കും. GI സ്റ്റീൽ വെച്ചിട്ടാണ് GI സ്റ്റീലിൻ്റെ റെക്റ്റാങ്കുലർ പൈപ്പ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ശേഷമാണ് നമ്മുടെ അടുത്ത മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മെയിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് EPS വാൾ പാനലാണ്. അതാണ് ഈ ഒരു നമ്മുടെ സൈറ്റിനകത്ത് വെച്ചിട്ടുള്ള EPS വാൾ പാനൽ. ഈ EPS വാൾ പാനലിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും. കാരണം നോർമലി നമ്മളെല്ലാ വീടിനും എടുക്കുന്ന അത്ര കൺസ്ട്രക്ഷൻ ടൈമും അതേപോലെ തന്നെ മണിയും ഇതിനാവശ്യമില്ല എന്നുള്ളതാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈസിലി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തീർക്കാൻ പറ്റും. പിന്നെ അത് സൗണ്ട് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. കാരണം ഇതിനൊരു ഇൻസുലേറ്റിംഗ് ഒരു മെറ്റീരിയൽ ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഒരു അഡിസീവ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ബോണ്ടിങ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു മെറ്റീരിയൽ 2 പാനൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ പോലെ 2 വ്യത്യസ്തമായിട്ടാണ് 2 പാനൽ ഇരിക്കുന്നത്. സോ അതിൻ്റെ ഇടയിൽ ഒരു ലോക്കുമായി ഒരു ഇൻ്റർലോക്കിംഗ് സംഭവമുണ്ട്. അത് വെച്ചിട്ടാണ് 2 പാനൽ തമ്മിൽ ജോയിൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അഡിസീവ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബോണ്ടിങ് വെക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു വാൾ പാനൽ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറയുകയാണെങ്കിൽ 227 × 16 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഇസ് 15 mm ആണ് അതിൻ്റെ 150 mm ആണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ടൊക്കെ ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ എങ്ങനെ ഇവർ കയറ്റി എന്നുള്ളതാണ്. കാരണം ഇത് കുറച്ച് വെയിറ്റ് നമുക്ക് മുകളിലോട്ട് അങ്ങനെ ഒറ്റയടിക്ക് കയറ്റാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ സ്റ്റെയേഴ്സ് എല്ലാം ഉണ്ടാക്കി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് അങ്ങനെ കയറ്റാനൊന്നും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇവർ ഇതേപോലെ കയറൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് മുകളിലോട്ട് ഇങ്ങനെ വലിച്ച് കയറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. മീൻസ് സ്റ്റെയേഴ്സ് ഉണ്ടാക്കിയാലും നമുക്കങ്ങനെ പറ്റുമൊന്നുമില്ല ഇങ്ങനെ കയറ്റാൻ. സോ കുറച്ചുകൂടി ഈസി വേ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഇങ്ങനെ കയറിട്ട് വലിച്ച് കെട്ടുന്നത്. അങ്ങനെ ഓരോ വാൾ പാനൽസ് എല്ലാം അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷമാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സ്കൈ ലൈറ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഇമേജാണിത്. പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നോർമലി നമ്മൾ ചെയ്യുന്ന പോലത്തെ പ്ലാസ്റ്ററിങ്ങും അതുപോലെ തന്നെ നമ്മൾ ലിൻഡലിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ കൺസ്ട്രക്ഷനൊന്നും ഇവിടെ ആവശ്യമില്ല. സോ അവിടെയൊക്കെ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ റൂഫിങ് ചെയ്തിട്ടുള്ളത് ആദ്യം ഒരു വി ബോർഡ് അല്ലെങ്കിൽ കാൽഷ്യം ബോർഡ് എന്നാണ് പറയുന്നത്. ആ ഒരു 60 mm ഒരു വി ബോർഡ് വെച്ചിട്ട് ആദ്യം നമ്മൾ റൂഫിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഷിംഗിൾസ് ഷീറ്റ് വെച്ചിട്ട് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്രണ്ടിൽ കുറച്ച് തള്ളി നിൽക്കുന്ന ഈ ഒരു സ്റ്റീൽ ഭാഗമല്ല, അവിടെയാണ് നമ്മുടെ ക്ലാഡിങ് ആയിട്ട് പ്രൊജക്ഷൻസ് ചെയ്തിട്ടുള്ളത്. അതിനും നമ്മൾ ഈ വി ബോർഡ് വെച്ചിട്ട് തന്നെയാണ് ആദ്യം അതിൻ്റെ മുകളിലൊരു വി ബോർഡ് വെച്ചിട്ട് നമ്മളൊരു പ്രൊജക്ഷൻ ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ക്ലാഡിങ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഫ്ലോറിങ് സ്ലാബിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 75 mm ആണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ വി ബോർഡ്. അത് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഷിംഗിൾസ് വയ്ക്കും. ഷിംഗിൾസ് പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണിത്. ഇങ്ങനെ ഒരു ഷീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടും. അത് ഇതേപോലെ അവർ അറേഞ്ച് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ ഫ്ലോറിങ് തേക്കുന്നതിൻ്റെ ഒരു പിക്ചറാണ്. ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ഒരു സംഭവമാണത്. നമ്മുടെ ക്ലാഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ബോർഡ് വെച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഏകദേശം വീടൊരു രൂപമായിട്ട് അത് ക്ലാഡിങ് എല്ലാം ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഇതാണ് നമ്മൾ ക്ലാഡിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് ഈ ഒരു നമ്മുടെ സീലിങ്സ്. ആ ഒരു പാർട്ടീഷൻ വാളെല്ലാം ചെയ്തിട്ടുള്ളത് സ്റ്റീൽ കൊണ്ട് തന്നെയാണ്. വീടിൻ്റെ പല സൈഡിൽ നിന്നുള്ള വ്യൂസാണ്. ഇത് നമ്മൾ ഏതാണ്ട് ഒരു
വീട് നമ്മൾ ടൈലിങ് എന്നുവെച്ചാൽ ഫ്ലോറിങ് എല്ലാം ചെയ്ത് ടൈൽസ് എല്ലാം ഇട്ടിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. വാൾ ടൈലെല്ലാം ഏതാണ്ട് ഒരു 4:2 ഒരു സൈസിലാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ ബാത്റൂമിലൊക്കെ നമ്മൾ മാറ്റും യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഗ്ലോസി ടൈൽസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലൊക്കെ നമ്മൾ മാറ്റ് ടൈൽസാണ്, വാൾ ടൈൽ വെച്ചിട്ടാണ്, മാറ്റല്ല, ഗ്ലോസി ടൈൽസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ കബോർഡിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സാണ് ഇത്. ഇത് കിച്ചണിൻ്റെ ഫോട്ടോസാണ്. സോ ഇത് നമ്മുടെ മുകളിലുള്ള ഭാഗങ്ങളാണ് ഈ ഒരു വീഡിയോനകത്ത് കാണുന്നത്. സോ ഇതിൽ ഒരു സീലിംഗ് ഒക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. സീലിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളത് ജിപ്സം സീലിംഗ് ആണ്, ജിപ്സം MR ബോർഡ് സീലിംഗ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ടോയ്ലറ്റിൽ ടൈൽസ് വെച്ചത് ഇതാണ് ഞാൻ പറഞ്ഞ മാറ്റ് ഫിനിഷിലുള്ള ടൈൽസ്. ചില സ്ഥലത്ത് നമ്മൾ ഗ്ലോസും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്, വീടിൻ്റെ ഈ ഒരു പോർഷൻ. ഇതടുത്ത സ്കൈലൈറ്റാണ്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയേഴ്സിൽ നമ്മൾ ഹാൻഡ് റെയിൽ എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്നുള്ളതാണ്, അവരെങ്ങനെയാണ് ആ ഒരു വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. സോ അതിൻ്റെ പൊസിഷൻ ആദ്യം എവിടെ വെക്കേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കും. അതിനുശേഷം നമ്മളത് വൈറ്റ് സിമെൻറ്റ് വെച്ച് ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ പോസ്റ്റ് ഇതിലോട്ട് ഇറക്കി വെക്കും. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ ഹാമർ വെച്ചിട്ട് അടിച്ചിട്ടാണ് നമ്മളത് പൊസിഷനിലോട്ട് കറക്റ്റ് ഫിറ്റായിട്ട് നമ്മൾ താഴ്ത്തി കൊടുക്കുന്നത്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് മെറ്റീരിയൽ, പക്ഷേ അതിലൊരു വുഡൻ ടച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ സാനിറ്ററി വിസിറ്റേഴ്സ് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ജസ്റ്റ് ക്ലോസറ്റ് മാത്രം അവരെങ്ങനെ ഫിക്സ് ചെയ്തതെന്നുള്ളത് ഞാൻ എടുത്തതാണ്. അത് അവർ ആ പൈപ്പിൻ്റെ അവിടെ കറക്റ്റ് ഈ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ട് നോക്കും ലീക്കേജ് വല്ലതും ഉണ്ടോയെന്ന്. ലീക്കേജ് ഇല്ലെങ്കിൽ അത് അവരങ്ങനെ തന്നെ ഫിക്സ് ചെയ്തിട്ട് സെറ്റാക്കും. സോ ഇത് നമ്മുടെ ടൈൽസും അടിയിൽ നമ്മുടെ എല്ലാ ഫ്ലോറിങ്സ് എല്ലാം മാർബിളൊക്കെ വെച്ച് മാർബിളല്ല ഗ്രാനൈറ്റ് എല്ലാം വെച്ച് ഫിക്സ് ആയതിന് ശേഷം നമ്മളെടുത്തുള്ള വീഡിയോ ആണിത്. അത് മാത്രമല്ല നമ്മൾ ഇതിനകത്ത് വിൻഡോസും ഏതാണ്ട് ഇവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് എല്ലാം നമ്മൾ UPVC വിൻഡോസ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ വീടിൻ്റെ ഒരു ഫുൾ ഒരു വീഡിയോയിലേക്ക് എന്താ പറയുക, പുറത്തുനിന്ന് ഒരു ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഉള്ള ഒരു വീഡിയോ പോലെ എടുത്തതാണ്. സോ ഇതാണ് ഞാൻ വിൻഡോസ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് UPVC വിൻഡോസാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതിപ്പോൾ ഏതാണ്ട് നമ്മൾ വീട് ഒരു സെറ്റ് ആയിട്ടുണ്ട്. ലൈക്ക് ഇനിയിപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, ഏതാണ്ട് എല്ലാ ഭാഗവും സെറ്റായിട്ടുണ്ട്. കിച്ചണിലെ കബോർഡ്സൊക്കെ ചെയ്ത ഒരു വീഡിയോ ആണ്. നമ്മുടെ സ്റ്റോർ റൂമാണ്. പിന്നെ ഡോറ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഫിനിഷിങ് ചെയ്യുന്നത് അവർ. വീട്ടിൽ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് പ്ലൈവുഡും മൾട്ടിവുഡിലാണ്. കിച്ചണിലുള്ളതെല്ലാം മൾട്ടിവുഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മൈക്ക് വെച്ചിട്ടൊരു ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഡോർസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് വുഡൻ ഡോർ തന്നെയാണ്, തേക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാത്റൂമിനകത്തുള്ള ഡോർസ് എല്ലാം നമ്മൾ FRP ഡോറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തൽക്കാലം ലാൻഡ്സ്കേപ്പ് ഒന്നും ചെയ്തിട്ടില്ല, പകരം നമ്മളിങ്ങനെ മെറ്റലൊക്കെ ഇട്ട് ചെയ്യാണ് ചെയ്തത്. ഇത് ലൈറ്റിങ്സ് എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ലൈറ്റിംഗ് ഒക്കെ ഇട്ടപ്പോൾ തന്നെ നമുക്കൊരു പുതിയ വീടിൻ്റെ ഫീൽ തന്നെ കറക്റ്റ് കിട്ടി. ലൈക്ക് നല്ല രസമുണ്ടായിരുന്നു.
ലൈറ്റിംഗ് ഒക്കെ ഇട്ട് ഫുൾ സെറ്റപ്പിൽ കാണാൻ വേണ്ടിയിട്ട്. സോ ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ട് നമുക്ക് ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഇവിടുത്തെ സീലിങ്സ് എല്ലാം. ഇതും അന്നും നമ്മൾ വീടിൻ്റെ തലേ ദിവസം വരെ അവിടെ പണിയുണ്ടായിരുന്നു കേട്ടോ. സോ അതാണ് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മൾ പാലുകാച്ചിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും ഭയങ്കര പണിയിലാണ്. ഇവിടുത്തെ ഹുഡ് എന്ന് പറയുന്നത് സെൻസറിങ് ആണ്. അതാണ് ഞങ്ങൾ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുൾ നമ്മൾ ഓർഗനൈസിങ് ചെയ്യുമ്പോൾ എടുത്തിട്ടുള്ള ഒരു ചെറിയ ക്ലിപ്പിങ്സാണ്. സോ ഇത്രയൊക്കെ ഉള്ള ഈ ഒരു വീഡിയോ.